അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എജുപീഡിയയുടെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് മോഡേൺ അറബിക് ലിറ്ററേച്ചർ എന്ന BA അഫ്ളലുൽ ഉലമയുടെ 6ാം സെമിസ്റ്ററിൻ്റെ പുസ്തകമാണ്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൊഡ്യൂൾ 1ലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 2022ലെയും 2023ലെയും ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതോടൊപ്പം വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും ഒക്കെ വളരെ ഷോർട്ടാക്കിയിട്ട് സിമ്പിളായ ലാംഗ്വേജിലേക്ക് മാറ്റിയതിൻ്റെ ശേഷമുള്ള നോട്ട്സാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഈ ഷോർട്ട് നോട്ടുകൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസോടെ പറയാനാകും. അതോടൊപ്പം ഷോർട്ട് ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ ഒരു ഹാഷ് മാർക്കിന്റെ രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇതിലാദ്യം ചർച്ച ചെയ്യുന്നത് ഉക്തുബ് മഖാലത്തൻ അനിൻ നസ്രിൽ അറബി വതതവ്വൂലിഹി ഫിൽ അസ്റിൽ ഹദീസി. ആധുനിക കാലഘട്ടത്തിൽ അറബി ഗദ്യത്തിന്റെ തൊട്ടുള്ള ഒരു ലേഖനം എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇത് മാർച്ച് 2022 ഇതേപോലെ ഇതിന്റെ കുറച്ചപ്പുറത്ത് വരുന്ന മൊഡ്യൂൾ 1 തന്നെ അല്ലെങ്കിൽ അതിനപ്പുറത്തായിട്ടുള്ള ഷിഅറു ഫി അസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ കവിത എന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ 2022 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അപ്പോ ഇങ്ങനൊരു ക്വസ്റ്റ്യന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലേഖനം എഴുതാൻ വേണ്ടിയിട്ട് നസ്റുൽ അറബിയെ കുറിച്ച് അഥവാ ഗദ്യത്തെ കുറിച്ച് നമുക്കത് നോക്കാം. ഉക്തുബ് മഖാലത്തൻ അൻ നസ്രിൽ അറബി വതതവ്വൂലിഹി ഫിൽ അസ്റിൽ ഹദീസ്. ആധുനിക കാലഘട്ടത്തിലെ അറബിക് ഗദ്യത്തിന്റെ വികാസത്തെക്കുറിച്ചും ഗദ്യത്തെക്കുറിച്ചൊക്കെ ഒരു ലേഖനം തയ്യാറാക്കുക. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അതിൽ ഉൾപ്പെടുത്തിയത്. നസ്റു ഫന്നുൻ മിനൽ ഫുനൂനിൽ അദബിയ്യത്തിൻ ഖദീമ. ഈ ഗദ്യം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന സാഹിത്യ കലകളിൽപ്പെട്ട ഒന്നാണ്. ഫുനൂൻ എന്ന ഫന്നിന്റെ ജമാണ് കലകൾ. وكان يوجد ذلك في العصر الجاهلي في شكل الأمثال والحكم والخطب والوصايا. ജാഹിലിയ കാലഘട്ടത്തിൽ ഗദ്യം അഥവാ പ്രോസ് എന്ന ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റിയിരുന്നത് കാര്യമായിട്ട് ഒന്ന് അംസാലുകളായിരുന്നു. നമ്മള് പ്രോവേബ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അംസാലുകൾ, അതുപോലെ ഹിക്മത്തുകൾ, അതുപോലെ പ്രസംഗങ്ങൾ, അതുപോലെ സാരോപദേശങ്ങൾ, ഇതൊക്കെയായിരുന്നു അന്ന് ഗദ്യ രൂപത്തിൽ ഉണ്ടായിരുന്ന ചില സാധനങ്ങൾ. വദഹറ ഫീമാ ബഅദു ബിൽ ഇളാഫത്തി ഇലാ ദാലിക റസായിൽ. പിന്നീട് എന്ത് ചെയ്തു, അതിലേക്ക് റസായിൽ എന്ന് പറയുന്ന പുതിയൊരു ഐറ്റം കൂടി, കത്തുകൾ പോലെയുള്ള ഗദ്യ രൂപത്തിലുള്ള ചില സംഗതികൾ കൂടി എന്തായി അതിൽ പ്രകടമായി തുടങ്ങി. നസ്റു ഫിൽ അശ്റുൽ അബ്ബാസി. പിന്നെ അബ്ബാസിയ കാലഘട്ടത്തിലാണ് ഗദ്യം അത് കൂടുതൽ പുഷ്കലമായത്. ഇസ്ദഹറ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമ്പന്നമായത്. അല്ലദീ യുഅദ്ദു അൽ അശ്റു ദഹബിയ്യു ലിൽ അറബിയ്യി വആദാബിഹ. അതിന് അറബി ഭാഷയുടെയും അറബിക് സാഹിത്യങ്ങളുടെയും ഒക്കെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നേക്കാം. അറബി ഭാഷയുടെയും അറബിക് സാഹിത്യത്തിന്റെയും സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഏത് കാലഘട്ടമാണ് എന്ന് ചോദിച്ചാൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ അസ്റുൽ അബ്ബാസി എന്ന് നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി വളഹറ അൻ-നസ്റുൽ അറബി ഫി ഹാദൽ അസ്രി ബിശക്ലിൽ മഖാമാത്തി വൽ അംസാലി വൽ ഹികായാത്ത്. അപ്പോ അറബിക് ഗദ്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ, അബ്ബാസിയ കാലഘട്ടത്തിൽ, മഖാമാത്തുകളുടെയും അംസാലുകളുടെയും ഹിക്കായത്തുകളുടെയും ഒക്കെ രൂപത്തിൽ എന്താകാൻ തുടങ്ങി, പ്രകടമാകാൻ തുടങ്ങി. ബിശക്കിലിന്റെ രൂപത്തിൽ, ബിശക്കിലിൽ. വലാകിന്ന നസ്ർ അൽ അറബിയ, പക്ഷേ ഈ അറബിക് ഗദ്യം ലം യതതവർ കമാ കാന ഹഖ്ഖുഹു മിൻ ഹൈസുൽ അസാലീബു വൽ മആനി തറാകീബു. അതേസമയം ഈ അറബിക് ഗദ്യം എന്ന് പറയുന്നത് അത് പുരോഗതി പ്രാപിച്ചിട്ടില്ലായിരുന്നു. കമാ കാന ഹഖ്ഖുഹു, അത് ആവേണ്ടതുപോലെ
മിന്നൈസുൽ അസാലീബു അഥവാ അതിന്റെ ശൈലികളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തെർക്കീബുകളുടെ ഘടന, പദങ്ങളുടെ വിന്യാസവും അങ്ങനത്തെ തെർക്കീബുകളുടെ കാര്യത്തിലും, അതുപോലെ മദലൂലാത്തി ആശയങ്ങളുടെ കാര്യത്തിൽ, വൽ മുക്കവ്വിമാത്തി വൽ മുക്കവ്വിനാത്തി, അതേപ്രകാരം അതിന്റെ കോണ്ടന്റ്സ്, അതിന്റെ കണ്ടന്റുകളുടെ കാര്യത്തിലൊക്കെ വികാസം പ്രാപിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞത് അതിന്റെ വിവിധ ശൈലികളെ കുറിച്ചും അല്ലെങ്കിൽ വിവിധ അഗറാദുകളെ കുറിച്ചൊക്കെയാണ്. പക്ഷെ അതിന്റെ ആശയത്തിൽ കാര്യമായൊരു വികാസമൊന്നും അന്നും പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫി അസ്റുൽ ഉസ്മാനി തവാദഅ ശൈഅൻ മിനൽ ജുമൂദി ഫി ഫുനൂനിൽ അദബിയ്യ. ഇതിനൊക്കെ പുറമെ ഉസ്മാനിയ കാലഘട്ടം വന്നപ്പോ അന്നാണല്ലോ കുറെ ഓട്ടോമൻ ചക്രവർത്തിമാര് വന്ന് അവര് അറബി ഗദ്യങ്ങളുടെ ഒക്കെ മേലില് അറബിക് സാഹിത്യത്തിന്റെ മേലിൽ തന്നെ ഒന്നടങ്കം ചില പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ കുറച്ച് എന്ത് ചെയ്തു, ഒരു തരത്തിലുള്ള ഒരു ജുമൂദ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. തവാജഹ ഷൈഅൻ, തവാജാന നേരിട്ടു, ഷൈഅൻ മിനൽ ജുമൂദി, ഒരു സ്തംഭനാവസ്ഥ, ഈ ഫുനൂനിൽ അദബിയ്യ, മൊത്തം സാഹിത്യത്തിന്റെ ഫന്നുകളിലൊക്കെ ഒരു സ്തംഭനാവസ്ഥ കുറച്ചു കാലം നേരിട്ടിരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, പിന്നീട് വീണ്ടും രണ്ടാമതും അറബിക് സാഹിത്യം പുഷ്കലമാകുന്നത് നോക്കൂ. സുമ്മ ലഹറ അൽ ഇസ്തിഹാർ, ഇവിടെ പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് കണ്ടല്ലോ ഹാഷ്ടാഗ്. അപ്പൊ അതിനർത്ഥം ഇവിടെ ഒരു ഷോർട്ട് ക്വസ്റ്റിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അഥവാ ഉസ്മാനിയ, അങ്ങനെ ചോദ്യം വന്നേക്കാം ചിലപ്പോ. ഉസ്മാനിയ കാലഘട്ടത്തിൽ അറബിക് സാഹിത്യത്തിന് മൊത്തം ഒരു സ്തംഭനാവസ്ഥ വന്നതിന് ശേഷം വീണ്ടും അത് പുഷ്കലമാകുന്നത് ഏത് കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഏത് സമയത്താണ്? അതാണ് ഇവിടെ പറയുന്നത്. സുമ്മ ലഹറ അൽ ഇസ്തിഹാറു ഫിൽ അദബിൽ അറബിയ മറത്തൻ താനിയത്തൻ ലാ സിയ്യമാ ഫി മിസ്ര ബഅദ അൻ ഗസാഹ നെപ്പോളിയൻ. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന അയാള് മിസ്റിനെ ആധിപത്യം ചെലുത്തുന്ന 1798 ക്രിസ്തുവർഷം, ആ കാലഘട്ടത്തിലാണ് വീണ്ടും ഒരു അറബിക് സാഹിത്യത്തിലെ ഒരു എന്താ പറയുന്നുണ്ട്, ഒരു ഇസ്തിഹാർ, ഒരു നവോത്ഥാനം എന്നോ അല്ലെങ്കിൽ ഒരു പുഷ്കലമായ സമ്പന്നമായ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഇതൊക്കെ എസ് ഐയുടെ ഭാഗമാണ്. ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം എസ് ഐയിൽ നിങ്ങൾ പോയിന്റ് ആക്കി എഴുതാം. അതോടൊപ്പം അതിൽ തന്നെ വരുന്ന ഷോർട്ട് നോട്ടായിട്ട്, അല്ല ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഭാഗങ്ങളൊന്നും അടയാളപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കിയായി നമുക്ക് എഴുതാം. ഉസ്മാനിയ കാലഘട്ടത്തിൽ ഇതൊന്ന് സ്തംഭിച്ചതിന് ശേഷം പിന്നീട് അത് വീണ്ടും എന്താവുന്നു, ഉണരുന്നത് ലാസീമ ഫി മിസ്ർ, പ്രത്യേകിച്ച് ഈ ഈജിപ്തിൽ അതിനൊരു വികാസവും ഒരു പിന്നെ പുഷ്കലതയൊക്കെ ഉണ്ടാവുന്നത് ബഅദ അൻ ഗസാഹ, ആ ഈജിപ്തിനെ ആക്രമിച്ചതിന്റെ ശേഷമാണ്. നെപ്പോളിയൻ, ഇതാണ് നെപ്പോളിയൻ, സന്നദ്ധ 1798. അപ്പോൾ 1798 മിലാദിയ, ആ സമയത്ത് നെപ്പോളിയൻ ബോണപ്പാർട്ട് മിസ്റിനെ ആക്രമിച്ച ആ ഒരു സമയത്താണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, അതിന് ശേഷമാണ് വീണ്ടും ഈ പറയുന്ന ഒരു അറബിക് സാഹിത്യ രംഗത്ത് വളർച്ച ഉണ്ടാവുന്നത്. അതിന്റെ പിന്നാലെയായിട്ടാണ് ഈജിപ്ത് അല്ലാത്ത മറ്റു ചില രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന സാഹിത്യപരമായ നവോത്ഥാനം, നെഹ്ലത്ത് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം കേട്ടോ, അദബിയാണ് സാഹിത്യം. അപ്പൊ സാഹിത്യപരമായിട്ടുള്ള ഒരു ലിറ്റററി റിനൈസൻസ് ഉണ്ടാവുന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് പിന്നീടാണ്. അതിനെ എളുപ്പമാക്കിയത് കാന ഇഹ്തികാക്കുൽ അറബി മാൽ ഗർബി, അറബ് രാജ്യങ്ങൾ വൈദേശിക രാജ്യങ്ങളുമായിട്ടുണ്ടായ സമ്പർക്കമായിരുന്നു അതിന് ഇടയായത്. തഅസ്സറഹും ബി ആദാബിൽ ഫറഞ്ചത്തി, അതുപോലെ തന്നെ അവര് ഈ അറബ് രാജ്യങ്ങള് ഫ്രഞ്ച് സാഹിത്യങ്ങളുമായിട്ട് അവരെ സ്വാധീനിച്ചതുമാണ്, അല്ലെങ്കിൽ അതിനെ അവര് അഫക്ട് ചെയ്തതും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തതൊക്കെയാണ് അറബ് രംഗത്ത്, അറബ് സാഹിത്യ രംഗത്ത് ഒരു നവോത്ഥാനം ഉണ്ടാക്കിയത്. ഫസ്തഫാഖൽ ഉദബാഉ വൽ കുത്താബുൽ അറബ് മിൻ നൗമത്തിഹിം, അങ്ങനെ എന്ത് ചെയ്തു, അറബ് എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെ അവരുടെ ഉറക്കിൽ നിന്നുണർന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു പിന്നെ സ്തംഭനാവസ്ഥയെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഫഅസറത്ത് ഹാദിഹി നഹ്ലത്തു അൽ അദബിയ്യത്തു അലൻ നസ്രി വശ്ശിഅരി അലാ ഹദ്ദിൻ സവാഇ. ആ സമയത്ത് എന്ത് ചെയ്തു, ഇത് സാഹിത്യ രംഗത്തെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അത് ഗദ്യരൂപത്തിലും അതുപോലെ പദ്യരൂപത്തിലുമുള്ള എല്ലാ ഒരുപോലെ, അലാ ഹദ്ദിൻ സവാഇ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഒരു നവോത്ഥാനത്തിന് അത് വെടിവെച്ചു. അദബുൽ അറബി വഖാസത്തൻ അന്നസ്റു മഅ അസ്നാഫിഹ അൽ മുഖ്തലിഫത്തി മിൻ ഇസാരി സജഇ വസുന്നഅത്തിൽ ജിനാസി. ആ ഒരു സമയത്താണ് എന്ത്, അറബിക് സാഹിത്യം മോചിതമായത്. പ്രത്യേകിച്ചും അറബിക് ഗദ്യം, അസുനാഫി അൽ മുഖ്തലിഫ, ഈ ഗദ്യത്തിന്റെ വിവിധ
രൂപങ്ങളോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ ഗദ്യത്തിന്റെ ഭാഗമായിരുന്ന പിന്നെ നേരത്തെ പറഞ്ഞ മിസാലുകൾ, ഹിക്കമുകൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ വിവിധ വ്യത്യസ്തങ്ങളായ ഇനങ്ങളോടൊപ്പം അത് മോചിതമായി ഏതിൽ നിന്ന് മിൻ ഇസാരി സജിഇ വസുനത്തിൽ ജിനാസി വഖുയൂദിൽ ബദിഇ, ബദിഇ എന്ന് പറയുന്ന അതിന്റെ കൈദ് ചങ്ങലകളിൽ നിന്ന്, അതുപോലെ ജിനാസിന്റെയും സജീവിന്റെയും ഒക്കെ തടവറയിൽ നിന്ന് അവർ മോചിതരായി എന്ന് വെച്ചാല് പിന്നെ ആ ഒരു സമയത്ത് എഴുതുന്ന സംഗതികളെല്ലാം സജീവ ഒപ്പിച്ച സജീവ എന്ന് പറഞ്ഞാല് നമ്മളെ ഈ പിന്നെ ഈ വാക്കുകളുടെ അവസാന ഭാഗത്ത് പ്രാസം ഒപ്പിച്ച് കൊണ്ടുവരിക എന്നൊക്കെ പറയില്ലേ, അവസാന ഭാഗത്ത് നോക്കിക്കോണമെന്നില്ല, പ്രാസവും അതുപോലെ എഴുത്തുകളൊക്കെ നല്ല ഒരു ശൈലിയുള്ളതായിരിക്കും. അങ്ങനെ പ്രത്യേക കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളിൽ നിന്നൊക്കെ മുക്തമായ, അതിൽ നിന്നൊക്കെ സ്വതന്ത്രമാക്കപ്പെട്ട രൂപത്തിലുള്ള സാഹിത്യ രചന പിന്നീടാണ് ഉണ്ടാവുന്നത്. فكم من كتاب نبغوا وجمعوا بين ثقافة الشرق القديم وثقافة الغرب الجديد. അങ്ങനെ എത്ര എത്ര എഴുത്തുകാരാണ് നബഗു, അവർ നിപുണന്മാരായി മാറി. വജമഉ ബൈന സഖാഫത്ത് ഷർഖിൽ ഖദീം, അവർ ഈ കിഴക്കിന്റെ പഴയ സംസ്കാരത്തിനെയും അതോടൊപ്പം പടിഞ്ഞാറിന്റെ പുതിയ സംസ്കാരത്തെയും ഒരേ സമയം എന്ത് ചെയ്തു, അവർ ഉൾക്കൊള്ളിച്ചു, അവർ ഒരുമിച്ച് കൂട്ടി. അപ്പൊ ഇനി അടുത്ത ഒരു ഭാഗം ഇത് എസ്സയുടെ ഭാഗം തന്നെയാണ്. ബവായിസു ഇസ്തിഹാറിൻ നസിറിൽ അറബിയൽ ഹദീസ്, അഥവാ എസ്സയുടെ ഈ നേരത്തെ പറഞ്ഞ എസ്സെ ചോദിച്ചാൽ ഈ ഭാഗം കൂടി ഉൾപ്പെടുത്തണം. പക്ഷെ അതിനിടയിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചാൻസ് കൂടി ഉള്ള ഭാഗമാണ് ഇവിടെ. അതുകൊണ്ടാണ് പ്രത്യേകം ഇങ്ങനെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അവിടെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഹെഡിങ് കൊടുത്തത്. ബവായിസു ഇസ്തിഹാറിൻ നസിറിൽ അറബി അൽ ഹദീസ്, ഈ പുതിയ അറബിക് ഗദ്യത്തിന്റെ പുഷ്കലമാകുന്നതിന്റെ അല്ലെങ്കിൽ അത് സമ്പന്നമായതിന്റെ പ്രേരകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനുടെ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് നേരത്തെ പറഞ്ഞ എസ്സയുടെ ബാക്കിയായിട്ട് ഇത് എഴുതുകയും ചെയ്യാം. എസ്സെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അതല്ല അത് വേറിട്ടൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭാഗം എഴുതുകയും ചെയ്യാം. وأما البواعث التي ساعدت النهضة الأدبية الحديثة عامة والنثر العربي الحديث خاصة في التقدم إلى هذا الحد البالغ. അപ്പോ പിന്നെ ഈ അറബിക് സാഹിത്യത്തിലെ നവോത്ഥാനത്തിനെ സഹായിച്ച ഘടകങ്ങൾ, പ്രത്യേകം ആധുനിക അറബിക് സാഹിത്യത്തെ, അതുപോലെ പ്രത്യേകിച്ചും എന്താണ് അറബി ഗദ്യ രൂപത്തിലുള്ള അതിന്റെ വളർച്ചയൊക്കെ പ്രേരിപ്പിച്ച തഖദ്ദുമി, അതിന്റെ മുന്നേറ്റത്തിൽ ഇലാ ഹാദൽ ഹദ്ദിൽ ബാലിഗി, ഇത്രയും ഉയർന്ന തോതിലുള്ള ഇതിന്റെ ഈ ഒരു മുന്നേറ്റത്തിന് സഹായിച്ച ഘടകങ്ങൾ അതേതൊക്കെയാണ്? ഹുവ, അത് ഒന്നെന്താണ്, ഇത്തിസാലുൽ ഫിക്രിയു വസ്സഖാഫിയു ബൈന ശർഖി വൽ ഗർബി, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള സാംസ്കാരികവും ചിന്താപരവുമായിട്ടുള്ള അവരുടെ ബന്ധം, ഒരു കണക്ഷൻ, അതായിരുന്നു അതിന് വഴിവെച്ചത്. അതുപോലെ വതഅസ്സുറുൽ ആദാബി ശർഖിയ്യത്തി ബിൽ ആദാബിൽ ഗർബിയ്യത്തി, അതേപ്രകാരം കിഴക്കിന്റെ സാഹിത്യങ്ങൾ പടിഞ്ഞാറൻ സാഹിത്യങ്ങളിലെ സ്വാധീനിച്ചതും, അതോടൊപ്പം വലാ സിയ്യമാ ബിൽ ആദാബിൽ ഇംഗ്ലീസിയ്യ വൽ ഫറൻസിയ്യ അൻ ത്വരീഖിൽ ഇഹ്തികാക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സാഹിത്യങ്ങൾ കൈമാറുന്നുണ്ട്. അപ്പോ ഒരു വേള ഫ്രഞ്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും ഒക്കെ സാഹിത്യങ്ങൾ അറബികളെയും അറബിക് സാഹിത്യങ്ങൾ ഇംഗ്ലീഷുകാരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് തഅസ്സുറുൽ ആദാബി الشرقية بالآداب الغربية ولا سيما بالآداب الإنجليزية والفرنسية عن طريق الاحتكاك والتعليم والبعثات والترجمة. പരസ്പരം അവരുടെ സാഹിത്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിലൂടെ, അതുപോലെ രണ്ടു ഭാഗത്തേക്കും നിയുക്ത സംഘങ്ങൾ അയക്കുന്ന മുഖേന, അതുപോലെ അവരുടെ പഠനങ്ങൾ കൊണ്ടും അവരുടെ സമ്പർക്കം കൊണ്ടും ഒക്കെ എന്തായിട്ടുണ്ട്, ഇംഗ്ലീഷുകാർ ഫ്രാൻസുകാരുടെ സാഹിത്യങ്ങൾക്കിടയിലൊക്കെ പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതേപ്രകാരം വേറൊരു സ്വാധീനം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന പത്രപ്രവർത്തന സ്ഥാപനങ്ങൾ, പത്രസ്ഥാപനങ്ങൾ അത് ഉണ്ടാക്കിയതും, അതുപോലെ തിബായത്തി പ്രിന്റിംഗ് പ്രസ്സുകൾ, പ്രിന്റിംഗ് സംവിധാനം സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അതും ഈ പറയുന്ന സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിന് കാരണമായി. മദാരിസി, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതും, ജാമിഅത്തി യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയതും, മജാമി വൽ ബറാമിജി സഖാഫിയ്യത്തി വൽ ഇജ്തിമാഇയ്യ, സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ വന്നതും, അവമായിലാ ദാലിക് മിനൽ വസായിലി, അതുപോലെയുള്ള വേറെയും ചില മാർഗങ്ങളൊക്കെ വന്നത് കൊണ്ടാണ് ഈ പറയുന്ന അറബിക് സാഹിത്യത്തിലെ ഒരു നവോത്ഥാനത്തിന് വഴിവെച്ചത്. ഓക്കെ, അപ്പോ പിന്നെ ആ എസ്സെ എന്ത് ചെയ്യുന്നതാണ് ഇവിടെ കംപ്ലീറ്റ് ആവാണ് കേട്ടോ. ഇത്രയും ഭാഗമാണ് ആ എസ്സെ ചോദിച്ചാൽ
നിങ്ങൾ കൊടുക്കേണ്ടത്. വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഉള്ളത്. ഇനി അടുത്തത് ഷോർട്ട് ക്വസ്റ്റ്യന് സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളാണ്. ഇത് എസ്സയുടെ ഭാഗമല്ല, മനസ്സിലാക്കിയാൽ മതി. നോക്കാം. وكان لون جديد في الكتابة المتحررة من السجع والصنعة والبديع فيعد عبد الرحمن الجبرتي من رواد هذا اللون من النثر. അത് മറ്റൊരു എഴുത്തിന്റെ പുതിയൊരു ശൈലിയായിരുന്നു അത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാസങ്ങളും അതുപോലെ മറ്റു ശൈലികളിൽ നിന്നൊക്കെ സ്വതന്ത്രമായിട്ടുള്ള ഒരു എഴുത്ത്. പണ്ടത്തെ എഴുത്തുകളിലൊക്കെ പ്രാസം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള സ്വതന്ത്രമായ തക്കല്ലുഫ് ഇല്ലാത്ത, അഥവാ ഈ പിന്നെ കൂടുതൽ ഓവറാക്കിയിട്ട് അങ്ങനത്തെ സംഗതി ഒന്നും ഇല്ലാത്ത സിമ്പിളായ ശൈലിയുള്ള എഴുത്ത് അത് സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ഒരു ആ ഒരു തരത്തിലുള്ള എഴുത്തിന്റെ നേതാവായിട്ട് അതിന്റെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ആളായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഈ അബ്ദുറഹ്മാൻ അൽ ജിബ്രത്തി എന്ന് പറയുന്നവരാണ്. അപ്പൊ ഈ ഭാഗത്തിന് ചോദ്യം ഉണ്ടായേക്കാം, ഈ പറയുന്ന പുതിയൊരു ലൗന് തന്നെ ശൈലി ആട്ടോ, പുതിയൊരു ശൈലിയിലുള്ള ഈ എഴുത്തിന് തുടക്കമിട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹമാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ أساليب جديدة في الفصاحة والبلاغة وذلك ببعدهم عن التكلف والتصنع. അതുപോലെ സാഹിത്യകാരന്മാരും എഴുത്തുകാരും പ്രാസംഗികന്മാരൊക്കെ പുതിയ പുതിയ ശൈലികൾ ആരംഭിച്ചു. ഫസാഹത്തിന്റെയും വാക്ചാരുതയുടെയും അതുപോലെ അതിന്റെ അലങ്കാര ശാസ്ത്രത്തിലൊക്കെ അവർ പുതിയ പുതിയ ശൈലികൾ കൊണ്ടുവന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ വദാലിക ബിബുഇദിഹിം അനി തകല്ലുഫി വത്തസന്നുഇ, അമിതമായിട്ടുള്ള തക്കല്ലുഫ് ഒക്കെ ഒഴിവാക്കി. തക്കല്ലുഫ് എന്ന് പറഞ്ഞാല് പഴയ കാലത്തൊക്കെ ഒരു നിർബന്ധ ബുദ്ധിയ കുറെ ഡെക്കറേഷനുകളൊക്കെ കൊണ്ടുവന്ന് കൃത്രിമമായിട്ട് ഒരു കുറെ അധികം ആലങ്കാരിക ഓവറായിട്ടുള്ള ആലങ്കാരിക പ്രയോഗങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവായി. അങ്ങനെയാണ് പുതിയ ശൈലി വന്നത്. വനറ ഹാദി സൂറത്ത വാളിഹത്തൻ ലദൈ അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഫി റസായിലിഹി. അപ്പൊ പറയുന്നുണ്ട് ഈ ഒരു തരത്തിലുള്ള പുതിയ ശൈലി ആരുടെ അടുക്കൽ കാണാം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ കത്തുകളിൽ കൊണ്ടുവരാറുണ്ട്. അതുപോലെ മുഹമ്മദ് അബ്ദു തന്റെ മക്കാലകളിൽ ലേഖനങ്ങൾ കൊണ്ടുവരാറുണ്ട്. മുസ്തഫ കാമിൽ തന്റെ പ്രസംഗത്തിൽ കൊണ്ടുവരാറുണ്ട്. ഷക്കീബ് അർസല എന്ന് പറയുന്ന ആള് തങ്ങളുടെ വിവിധ സാഹിത്യ വിഷയങ്ങളിലും ഈ പറയുന്ന പുതിയ ശൈലി കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടായേക്കാം. അഥവാ ഈ തക്കല്ലുഫും തസന്നു ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള പുതിയ തരം സാഹിത്യ ശൈലികൾ കൊണ്ടുവന്ന ആളുകൾ ആരെല്ലാമായിരുന്നു എന്നൊക്കെ ചോദ്യം വന്നാൽ ഈ പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത് ഉക്തുബ് തഫ്സീലൻ അനിൽ മഖാലത്തി ഫിൽ അസ്റുൽ ഹദീസ്. ഇപ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തത്. അങ്ങനെ തന്നെ ആയിക്കോളണമെന്നില്ല. അതായത് ചോദ്യം എങ്ങനെയായിരിക്കും, ആധുനിക കാലഘട്ടത്തിലെ മഖാലത്തിനെ കുറിച്ച്, ലേഖനത്തെ കുറിച്ച് വിശദീകരിച്ച് എഴുതുക. അപ്പോ ലേഖനം എന്ന് പറയുന്ന ആ സംഗതിയെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, മഖാലത്ത്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാന യൂജിദു ഫിൽ അദബിൽ ഖദീമി അർ-റസായിലു മഅ അൻവാഇഹൽ മുഖ്തലിഫ. പഴയ കാലത്തെ സാഹിത്യത്തിൽ കത്തുകൾ ധാരാളം ഉണ്ടായിരുന്നു. കത്തുകൾ അതിന്റെ വ്യത്യസ്തമായ ശൈലികളോട്. ഇപ്പോ റിസാലത്ത് എന്നവർ പറയുന്നു. റിസാലത്ത് എന്നൊരു കത്തിന്റെ ഒക്കെ ശൈലിയിലുള്ള കിതാബുകൾക്കാണ് റിസാല എന്ന് അവർ പറഞ്ഞിരുന്നത്. അത് പഴയ കാലത്തെ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നു. വയ്യ താറത്തൻ തുആലിജു ഖളായ സിയാസിയ ഔ ഇജ്തിമാഇയ ഔ അദബിയ. അത്തരത്തിലുള്ള റിസാലകൾ അത് കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്തിരുന്നത് രാഷ്ട്രീയപരമായ വിഷയങ്ങളായിരുന്നു, സാമൂഹികമായ വിഷയങ്ങളായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോ സാഹിത്യപരമായ ചർച്ചകളായിരുന്നു. താറത്തൻ മറ്റു ചിലപ്പോൾ തുഅബ്ബിറു അൻ മശായിരിൻ ശഖ്സിയ്യ, ചിലപ്പോ വ്യക്തിപരമായ പേഴ്സണൽ ഫീലിങ്സുകൾ പങ്കുവെക്കുന്ന തരത്തിലുള്ള റിസാലകളായിരിക്കും ചിലപ്പോ അക്കാലത്തുണ്ടായിരുന്നത്, പഴയ കാലത്ത്. വലഅല്ല ഫന്നു റിസാലത്തി ഫിൽ അദബിൽ ഖദീമി കാന അഖറബുൽ അശ്കാലിൻ നസ്രിയത്തി ഇലൽ മഖാലത്തി. ഒരു പക്ഷേ ഈ പഴയ കാലത്ത് നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞ ഈ റിസാലത്തിന്റെ ഈ ആർട്ട് അല്ലെങ്കിൽ റിസാലത്തിന്റെ ഈ ഫന്ന് അത് ഏറ്റവും കൂടുതൽ അത് ഈ ഗദ്യത്തിന്റെ വിവിധ രൂപങ്ങളോട് ഏറ്റവും അടുക്കുന്നത് ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ലേഖനങ്ങളോടായിരിക്കും. അപ്പോ ഈ ആധുനിക ഗദ്യത്തിലെ ലേഖനം എന്ന് പറയുന്ന ഒരു വിഭാഗത്തോടാണ് പഴയ കാലത്തെ ഈ റിസാലകൾ കുറെയൊക്കെ ബന്ധം പുലർത്തിയിരുന്നത്. അതാണ് കൂടുതൽ ഒരു അടുപ്പമായിട്ട് ഒരു മാച്ചായിട്ട് തോന്നുന്നത്.
ഇല്ല അന്ന നഷ്അത്തൽ മഖാലത്തി ഫിൽ അദബിൽ അറബി. പക്ഷെ അതേസമയം അറബിക് സാഹിത്യത്തിലെ ഈ ലേഖനത്തിന്റെ ആവിർഭാവം അത് അൽ ഹദീസി തർത്തബിത്തു ഫി അവലി അംരിഹ ബിസ്സിഹാഫത്തി. ആധുനികമായ ഈ ഇതിന്റെ ആവിർഭാവം എന്ന് പറയുന്നത് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് പത്ര പ്രവർത്തനവുമായിട്ടാണ്, സിഹാഫത്തുമായിട്ടാണ് എന്ന് കാണാം. അപ്പൊ ലേഖനം എന്ന് പറയുമ്പോൾ തന്നെ ഈ പത്രപ്രവർത്തനം ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ആധുനികമായ മക്കാലത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പഴയ കാലത്തെ സാഹിത്യത്തിൽ ചേർത്ത് നോക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് പഴയ കാലത്തെ റിസാലകൾ, അതിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ലേഖനങ്ങൾ തന്നെയാണ്. ഇനി പറയുന്ന മറ്റൊരു ചർച്ച, ഇവിടെയും ഞാൻ ഹാഷ്ടാഗ് കൊടുത്ത് കാണാം. അപ്പൊ അതിനർത്ഥം ഇവിടെ ഒരു ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻ എന്തുണ്ട് അവിടെ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ എസ് ഐയുടെ ഭാഗം തന്നെയാണ്. വവ്വലു മൻ ഇസ്തഖ്ദമ അൽ മുസ്തലഹ അൽ മഖാല ഹുവ അഹ്മദ് ഫാരിസ് അശ്ദിയാഖ്. ആദ്യമായി മക്കാലത്ത് എന്ന് പറയുന്ന ആ ഒരു ടേം അഥവാ ലേഖനം, ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായി ഉപയോഗപ്പെടുത്തിയത് അഹ്മദ് ഫാരിസ് അശ്ദിയാഖ് എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ചിലപ്പോൾ ചോദ്യം ഉണ്ടായേക്കാം, മൻ ഇസ്തഖ്ദമ അൽ മുസ്തലഹ അൽ മഖാലത്ത് അവലൻ എന്നൊക്കെ മറ്റൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടായേക്കാം. അപ്പോൾ ഉത്തരം അഹ്മദ് ഫാരിസ് അശ്ദിയാഖ് ആണ്. വദാലിക ബി കിതാബത്തി മഖാലത്തിൻ ഫി മജല്ലത്തി അൽ ജവാഇബ്. അത് എങ്ങനെയാന്ന് വെച്ചാല് അദ്ദേഹം ഒരു ലേഖനം എഴുതിക്കൊണ്ടാണ് അന്നത്തെ അൽ ജവാഇബ് എന്ന് പറയുന്ന ഒരു മാഗസിനിലാണ് അദ്ദേഹം ഈ പറയുന്ന ലേഖനം എഴുതിയത്. സമ്മാഹ മഖാലത്തുൻ ഫി അസ്ലിൻ നീൽ. നീലിന്റെ അസ്ലിനെ സംബന്ധിച്ചുള്ള, സോയ്സിനെ അല്ലെങ്കിൽ അടിസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു ലേഖനം എന്നായിരുന്നു അന്ന് ആ ലേഖനം വന്നിരുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും അത് നമ്മൾ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞത്, وكان يوجد في أسلوب المقالة في بداية الأمر التصنع والتكلف. നേരത്തെ പറഞ്ഞല്ലോ, ഈ ലേഖനത്തിന്റെ ശൈലികളിൽ ആദ്യ കാലഘട്ടത്തിൽ തക്കല്ലുഫ്, അതുപോലെ തസന്നു അഥവാ കൃത്രിമത്വം എന്ന് പറയാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഈ ഭയങ്കരമായ സാഹിത്യവാക്കുകളൊക്കെ കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു സംഗതി ആദ്യകാലത്തെ ലേഖനങ്ങളിൽ ഉണ്ടായിരുന്നു. തറക്കൂ, പിന്നെ അതിനെ അവർ ഒഴിവാക്കി. അമാലു ഇലൽ ബസാത്തത്തി ഫി തഅബീരി. ഇബാറത്തുകൾ പറയുന്നിടത്ത്, വാക്കുകൾ ഉപയോഗിക്കുന്നിടത്ത് അവര് സിംപ്ലിസിറ്റിയിലേക്ക് എന്ത് ചെയ്തു, അവർ ചാഞ്ഞു. അമാലു എന്ന് പറഞ്ഞാൽ ചായുക എന്നർത്ഥട്ടോ. തെർക്കീസി അലൽ ഫിക്രത്തി, പിന്നെന്ത് ചെയ്തു, അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിന്റെ ആശയങ്ങളുടെ മേൽ. തെർക്കീസ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവർ കാര്യമായി പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് അതിന്റെ കോണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ അതിലെ മെസ്സേജ് എന്താണ് എന്നതിന്റെ മേലാണ് അവർ കാര്യമായി ഫോക്കസ് ചെയ്തത്, അല്ലാതെ അതിന്റെ ഇങ്ങനെ വാക്കുകൾ അലങ്കാരപ്പെടുത്തുന്നിടത്തല്ല. വഅമ്മ മൗളൂഅത്തിഹ കാനത്ത് മുതനവ്വിഅതൻ ബൈനൽ അഗ്റാദി സിയാസിയ. പക്ഷെ അതേസമയം ഈ ലേഖനം എന്ന് പറയുന്നതിന്റെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു, ടോപ്പിക്കുകൾ പലതും ആവാലോ. അപ്പൊ അവർ പറയാണ് വ്യത്യസ്ത തരത്തിലുള്ളതായിരുന്നു. മുതനവ്വിഅതൻ ബൈനൽ അഗ്റാദി സിയാസിയ, ചിലപ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിരിക്കും, ഇജ്തിമാഇയ്യ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും, ഇക്തിസാദിയ്യ അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ആയിട്ടുള്ള സാമ്പത്തികമായ വിഷയങ്ങളായിരിക്കും, അദബിയ അല്ലെങ്കിൽ ലിറ്റററി ആയിട്ടുള്ള സാഹിത്യപരമായ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ലേഖനത്തിന്റെ ടോപ്പിക്സുകൾ അങ്ങനെ പലതും ആവാം. ثم أضيفت إليها المقالات الفكرية والنفسية والفلسفية والإنسانية والدينية والنقدية. പിന്നെയാണ് ഈ പറയുന്ന വിഷയങ്ങളിലേക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുകൾ കയറി വന്നത്. എന്തായിരുന്നു? ഒന്ന് ചിന്താപരമായിട്ടുള്ള, അല്ലെങ്കിൽ നഫ്സിയായിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളാവാം, അല്ലെങ്കിൽ ഫിലോസഫി അങ്ങനത്തെ വിഷയങ്ങൾ ആവാം, തത്വശാസ്ത്രപരമായിട്ടുള്ള, അതുപോലെ ഹ്യൂമാനിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവാം, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങളാവാം, അല്ലെങ്കിൽ നഖ്ദിയ ക്രിറ്റിസിസം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ലേഖനങ്ങളുടെ ടോപ്പിക്കുകളായിട്ട് കടന്നു വരാൻ തുടങ്ങി. ഇനി ഇതും എസ്ഐന്റെ ഭാഗം തന്നെയാണ്. ഖസ്സമൻ നുഖാദു അൽ മഖാലാത്തി ഇലാ നൗഐനി. അത് ഹാഷ്ടാഗ് കൊടുത്ത് കാണാം. അപ്പൊ ഇവിടെയും ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു ഷോർട്ട് ക്വസ്റ്റിന് ചാൻസ് ഉണ്ട്. അതായത് ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നേക്കാം, നുക്കാദുകൾ മക്കാലാത്തുകളെ രണ്ട് ഇനങ്ങളാക്കിയല്ലോ, ഏതെല്ലാമാണവ എന്ന് ചോദിച്ചേക്കാം. മറുപടി ഇതാണ്, അൽ മഖാലത്തു അൽ ദാത്തിയ വൽ മഖാലത്തു അൽ മൗദൂഇയ്യ. ശ്രദ്ധിക്കുക. അപ്പൊ ഇതും എസ്സയുടെ ഒരു പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എസ് വരുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചായിട്ടുണ്ടാവുക. മക്കാലയെ കുറിച്ച് ഒരു വിശദീകരിച്ച് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ഇതും അതിൽ ഉൾപ്പെടുത്താം. അപ്പൊ അത് പിന്നെ രണ്ടും വിശദീകരിക്കുകയാണ്. എന്താണ് മക്കാലത്ത് ദാത്തിയ എന്ന് പറഞ്ഞാൽ, എന്താണ് മക്കാല മൗദൂഇയ്യ എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഇവിടെയും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തില് പിന്നെ മക്കാലത്തു അൽ മൗദൂഇയ്യ മാത്രം ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് മാർച്ചിൽ 2021 അല്ലെങ്കിൽ 2022 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പ്രകാരം ഈ മക്കാലത്തു ദാത്തിയ എന്ന് പറയുന്നതും ഒരു പാരഗ്രാഫായി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എസ് എഴുതുമ്പോൾ ഒന്നിച്ച് ഇതിൽ ഈ മാറ്റർ കൂടി ഉൾപ്പെടുത്തിയാൽ മതി. അതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മക്കാലത്തു ദാത്തിയ എന്താണെന്ന് ഈ പറയുന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്നുമുണ്ട്. നോക്കാം നമുക്ക്. മക്കാലത്തു ദാത്തിയ എന്ന് പറഞ്ഞാല് യക്തുബു ഫിഹാ അൽ കാത്തിബു മൗദൂഅൻ യദ്ഹറു ഫീഹി ഇൻതിബാഅഹു അൽ ഖാസ് വഅവാതിഫഹു മശാഇറഹു. അപ്പോൾ ഈ മക്കാലത്തു ദാത്തിയയില് ഒരു എഴുത്തുകാരൻ എഴുതുന്നു മൗദൂഅൻ ചില വിഷയങ്ങൾ യദ്ഹറു ഫീഹി ഇൻതിബാഅഹുൽ ഖാസ്, അതില് അയാളുടെ സ്വയം എന്താ പറയണ്ടേ ഒരു പ്രത്യേകമായ ചില വിഷയത്തെക്കുറിച്ചുള്ള മതിപ്പുകൾ, വഅവാതിഫഹു അയാളുടെ ഫീലിങ്ങുകൾ, മശാഇറഹു അയാളുടെ വികാരങ്ങൾ, അങ്ങനത്തെ ഒക്കെ അതിലുണ്ടാവും. വയബ്റുസു ഫീഹി വജ്ഹത്തു നദിരിഹി, അതിൽ വ്യക്തമാകുന്നത് അയാളുടെ കാഴ്ചപ്പാടുകളായിരിക്കും, ഒരു വിഷയത്തെക്കുറിച്ചുള്ള അയാളുടെ വിവിധ വ്യൂ പോയിന്റുകൾ. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ മക്കാലത്തു ദാത്തിയ എന്ന് പറയുന്നത്. മിൻ അബ്റസി മിൻ കുത്തുബിൽ മക്കാലത്തി ദാത്തിയത്തി, അക്കാലഘട്ടത്തിലെ വളരെ വിശിഷ്ടമായ മക്കാലത്തു ദാത്തിയ ഗ്രന്ഥങ്ങളിൽ പെടുത്താവുന്നതാണ് താഴെ പറയുന്ന മുസ്തഫ മംഫലൂത്തിയുടെ ഈ കിതാബി അൽ ഇബറാത്ത്, തന്റെ ഇബറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അത് വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചിലപ്പോ ഈ പുസ്തകങ്ങൾ രചിച്ച ആളുകളും അവരുടെ രചനയും നമുക്ക് തമ്മിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇപ്പൊ ഇബറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്, ചിലപ്പോൾ അങ്ങനെ ചോദിച്ചേക്കാം. അപ്പോൾ ഉത്തരം മുസ്തഫ ലുത്തുഫി അൽ മംഫലൂത്തി. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട എഴുത്തുകളും അതിന്റെ എഴുത്തുകാരെയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അതായത് ഇപ്പൊ നമ്മളെ മുസ്തഫ ലുത്തുഫിയുടെ അൽ ഇബറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ഇപ്പൊ നമുക്ക് ഈ മക്കാലത്തു ദാത്തിയ എന്ന് പറയുന്ന ഇനത്തിൽ പെടുത്താവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയുന്നത് പിന്നെ അതുപോലെ നളറാത്ത് എന്ന് പറയുന്ന വേറൊരു ഗ്രന്ഥം, അതും ഇവരുടെ തന്നെയാണ്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, നമ്മളെ ഖലീൽ ജിബ്രാന്റെ ഗ്രന്ഥമായ ദുമ്അ വബ്തിസാമ, അതും മക്കാലത്തു ദാത്തിയ ഗണത്തിൽ പെടുത്താവുന്നതാണ്. അതുപോലെ മേ സിയാദ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മേ സെയ്ദ എന്നെന്തോ ആണ് പറയുന്നത്, അദ്ദേഹം രചിച്ച സവാനിഹു ഫത്താത്തിൻ, അതുപോലെ ദുലുമാത്തുൻ വാശിഅ എന്ന് പറയുന്ന ഈ രണ്ട് ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ മക്കാലത്തു ദാത്തിയ എന്ന ഗണത്തിൽ പെടുത്താവുന്ന കൃതികളാണ്. ഓക്കെ, ഇനി അതിന്റെ രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ ഇനമാണ് മക്കാലത്തു ദാത്തിയ. കഴിഞ്ഞാൽ ഇതിനിടയിൽ വേറെ ചർച്ച ഉണ്ട്. വഹുന ലൗനുൻ ആഖർ അൽ മക്കാലത്തു ദാത്തിയ, മക്കാലത്തു ദാത്തിയ എന്ന് പറയുന്ന അതിന് തന്നെ എന്തുണ്ട്, വേറൊരു ശൈലി കൂടി ഉണ്ട്. സലക ഫീഹിൽ കാത്തിബു ബി ഉസ്ലൂബിൻ ഫക്കാഹിയിൻ വതസ്വീരിൻ സുഖ്രിയിൻ. അതിലെന്ന് വെച്ചാൽ ഈ പിന്നെ വളരെ നർമ്മപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശൈലി സ്വീകരിക്കുന്ന എഴുത്തുകാരുണ്ട്. അതാണ് ഫക്കാഹി എന്ന് പറഞ്ഞാൽ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകൾ കേട്ടോ. തസ്വീരിൻ സുഖരി എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് സ്റ്റൈൽ, ഇപ്പൊ ഒക്കെ ട്രെൻഡിങ്ങുള്ള സംഗതിയാണല്ലോ റോസ്റ്റ് ചെയ്യാന്നല്ലോ. അപ്പൊ റോസ്റ്റിംഗ് സ്റ്റൈൽ സ്വീകരിക്കുന്ന എഴുത്തുകാരും ഈ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അമിൻ അശ്ശരി ഹാദൽ ലൗനി അഹമ്മദ് ഫാരിസ് ഷിദിയാഖ്. ഈ ഒരു തരത്തിലുള്ള ശൈലിയിലുള്ള മക്കാലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അഹമ്മദ് ഫാരിസ് ഷിദിയാഖ് എന്ന് പറയുന്ന അയാളുടെ ഗ്രന്ഥമായ അസ്സാഖു അലസാഖ് ഫീമാ ഹുവ അൽ ഫാറിയാഖ് എന്ന് പറയുന്ന ഗ്രന്ഥം അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതിലൊരു ഈ പറയുന്ന ഒരു റോസ്റ്റിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു കളിയാക്കുക അല്ലെങ്കിൽ ഒരു തമാശ, ഒരു നർമ്മം ഒക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു മക്കാലയാണ്. മക്കാലത്തു ദാത്തിയയുടെ തന്നെ ഒരു പിന്നെ വേറൊരു ശൈലിയായിട്ടൊരു സെക്കൻഡറി ശൈലിയായിട്ട് വരുന്ന രൂപമാണിത്. ഇവിടെയും ഷോർട്ട് ക്വസ്റ്റിന് സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഹാഷ്ടാഗ് ഇട്ടത്. ചിലപ്പോൾ ചോദിച്ചേക്കാം ഈ ഉസ്ലൂബുൽ ഫക്കാഹി അല്ലെങ്കിൽ തസ്വീരിൻ സുഖ്രിയിൻ എന്ന് പറയുന്ന ശൈലിയിൽ ഗ്രന്ഥം രചിച്ച ആളാരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അഹമ്മദ് ഫാരിസ് ഷിദിയാഖിനെ പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, അത്തരത്തിലുള്ള ഗ്രന്ഥം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് ഗ്രന്ഥത്തിന്റെ പേര്, അസാഖു അലസാഖ് ഫീമാ ഹുവ അൽ ഫാറിയാഖ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ഓക്കെ, അപ്പൊ നമ്മുടെ ലേഖനം, നമ്മളെ എസ്സേ ക്വസ്റ്റ്യൻ വീണ്ടും തുടരുന്നു. നമ്മൾ രണ്ട് ഇനമായിട്ടാണല്ലോ നേരത്തെ നുക്കാദുകൾ, ക്രിട്ടിക്കുകൾ ലേഖനത്തെ തിരിച്ചത്. രണ്ടാമത്തെ ഇനമാണ് മക്കാലത്തുൻ മൗദൂഇയ്യ. എന്താ മക്കാല മൗദൂഇയ്യ എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് നേരത്തെ പറഞ്ഞ് ചിലപ്പോ ഈ എസ്സേ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നേരത്തെ ഒരു 2023 മറ്റോ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു മക്കാലത്തുൽ മൗദൂഇയ്യ എന്നാൽ എന്താണ്. അപ്പൊ അതിന്റെ ഉത്തരമാണെങ്കിൽ ഈ പാരഗ്രാഫ് മാത്രം ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ എസ്സേയുടെ ഭാഗമായിട്ട് ഈ ഭാഗം ഉൾപ്പെടുത്താവുന്നതാണ്.
وأما المقالة الموضوعية فيتناول الكاتب موضوعا يعتمد فيه على المنطق والعقل. അപ്പൊ മക്കാലുത്തുൽ മൗദൂഇയ എന്ന് പറഞ്ഞാൽ തന്നെ വിഷയം എന്നാണ്. ഇപ്പൊ ആ ലേഖനം കാര്യമായി ചർച്ച ചെയ്യുന്നത് എന്താണ്? ഫയതനാവൽ കാത്തിബ് മൗദൂഅൻ, ഒരു വിഷയമായിരിക്കും. യഅ്തമിദു ഫീഹി അലൽ മന്തിഖി വൽ അഖ്ലി, അത് അയാളെ ലോജിക്കും അയാളെ ബ്രെയിനും ഒക്കെ ബുദ്ധിയൊക്കെ വെച്ചിട്ട് അതിനെ അവലംബിച്ചിട്ട് ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് എഴുതുന്ന തരത്തിലുള്ള ലേഖനങ്ങളായിരിക്കും മഖാല മൗദൂഇയ. തഹ്തവി അൽ മഖാലത്തു അല മുഖദ്ദിമത്തിൻ സുമ്മ അർളിൻ ഫമുനാഖശത്തിൻ ഫസ്തിൻതാജിൻ സുമ്മ ഖാത്തിമത്തിൻ. അത്തരത്തിലുള്ള ഒരു ശൈലി വിഷയമാണല്ലോ ഉണ്ടാവുക. അപ്പൊ ആ ഒരു വിഷയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം ഉണ്ടാവും, അതാണ് മുഖദ്ദിമ എന്ന് പറഞ്ഞത്. സുമ്മ അർളിൻ, പിന്നെ എന്താണ് അതിന്റെ മെസ്സേജ് എന്ന് അവർ വിശദീകരിക്കും. ഫമുനാഖശത്തിൻ, പിന്നെ അതൊരു ചർച്ചയിലേക്ക് പോകും. ഫസ്തിൻതാജിൻ, പിന്നെ ആ ചർച്ചയിൽ നിന്ന് കിട്ടുന്ന ചില അനുമാനങ്ങൾ അത് പറയലായിരിക്കും. സുമ്മ ഖാത്തിമത്തിന്, അവസാന ഒരു എൻഡിങ്ങും ഉണ്ടാവും. അങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള ഈ മക്കാലത്തുൽ മൗദൂഇയുടെ ഒരു ശൈലി. മിൻ ഹാദൻ നൗഇ കിതാബു അഹ്മദ് അമീൻ, അഹമ്മദ് അമീൻ എന്ന് പറയുന്ന ആളുടെ ഗ്രന്ഥമായ ഫൈൽ അൽ ഖാത്തിർ എന്ന് പറയുന്ന ഗ്രന്ഥം, അതുപോലെ കിതാബ് ത്വാഹ ഹുസൈന്റെ ഹദീസുൽ അർബിയ എന്ന് പറയുന്ന ഗ്രന്ഥമൊക്കെ ഈ പറയുന്ന രണ്ടാമത്തെ ഐറ്റത്തിൽ പെടുന്നതാണ്. ഇപ്പൊ രണ്ടും തമ്മിലുള്ള മാറ്റം മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ ആണ്. ആദ്യം പറഞ്ഞുകൊടുത്ത് എന്തായിരുന്നു? മക്കാലത്തു ദാത്തിയ എന്ന് പറയുന്നിടത്ത് വ്യക്തിപരമായ വിഷയങ്ങളാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. അവരുടെ പേഴ്സണൽ ഫീലിങ്സും മറ്റൊക്കെ ഏത് തരത്തിലുള്ള ലേഖനങ്ങളായിരുന്നു. ഇതിൽ ഓരോ ടോപ്പിക്കുകളായിരിക്കും ഉണ്ടാകുക, വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായിരിക്കും. ശൈലിയിലും നേരത്തെ പറഞ്ഞ പോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് ഇത്രയും എഴുതിയാൽ ഇവിടെ കണ്ടല്ലോ, അവിടെ എസ് എ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ഇത്രയും പോയിന്റുകൾ ഉൾപ്പെടുത്താം. ഇടയിൽ ഷോർട്ട് ക്വസ്റ്റ്യനും പാരഗ്രാഫ് ക്വസ്റ്റ്യനും ഒക്കെ വരുന്നത്, അത് വേറിട്ട് ചോദിക്കുകയാണെങ്കിൽ വേറിട്ട് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഉക്തുബ് മഖാലത്തൻ ഔ ഫിഖറത്തൻ അനിൽ ഖുസ്വത്തുൽ അറബിയ. അറബി കിസ്വയെ കുറിച്ച് ഒരു ലേഖനമോ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനോ ഒക്കെ വന്നാൽ താഴെ പറയുന്ന പോയിന്റുകൾ എഴുതാം. അതിൽ പുസ്തകത്തിലുള്ളത് വലിയൊരു പാർട്ടാണ്. ആ പാർട്ടിൽ നിന്ന് ചുരുക്കി പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം കടഞ്ഞെടുത്തതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാനത്തിൽ ഖിസസു മൗജൂദത്തൻ ഫിൽ അദബിൽ ജാഹിലി വതർവി ശഫവിയൻ. ഈ കിസ്സകൾ എന്ന് പറയുന്നത്, കഥകൾ എന്ന് പറയുന്നത് ഈ ജാഹിലിയ സാഹിത്യത്തിൽ തന്നെ നിലകൊണ്ടിട്ടുണ്ട്. വതർവി ശഫവിയൻ, അതങ്ങനെ വാചികമായിട്ട് ഇങ്ങനെ ആളുകൾ പരസ്പരം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. വാമൊഴിയായിട്ട്, അത് എഴുത്ത് രൂപമില്ലാതെ അവരങ്ങനെ പറഞ്ഞു പോരുന്ന ശൈലികളാണ് അന്നത്തെ കഥകൾക്ക് ഉണ്ടായിരുന്നത്. സുമ്മ ജാഅൽ ഖുർആൻ, പിന്നെ ഖുർആൻ വന്നത്. വജദ അൽ അറബു ലൗനം മിനൽ ഖിസ്വത്തി ലം യലിഫുഹു മിൻ ഖബൽ. അങ്ങനെ അവർക്ക് പരിചിതമല്ലാത്ത, ലം യലിഫുഹു പറഞ്ഞാൽ അവർക്ക് പരിചിതമല്ലാത്ത പുതിയ കഥയുടെ ഒരു രൂപമൊക്കെ എന്ത് ചെയ്യുന്നു? അറബികൾക്ക് കിട്ടുന്നു. അമിൻ അബ്റസി മാ നഹ്സുലു മിൻഹു അൽ ഖിസ്വത്തു ഫിൽ അദബിൽ ഖദീം, സീറത്തു ഇബ്നു ഹിഷാം, സീറത്തു അൻതറ, സീറത്തു ഇബ്നു ഹിലാൽ അൽ അസ്കരി വൽ മഖാമാത്ത്, കിതാബ് അൽഫ് ലൈല വലൈല. അപ്പോ ഇത്തരത്തിലുള്ള പഴയ കാലത്തെ കഥകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാഹിത്യങ്ങൾ ചിലത് ഈ ഇബ്നു ഹിഷാമിന്റെ സീറയാണ്, അതുപോലെ അൻതറയുടെ സീറയാണ്, അതുപോലെ ഇബ്നു ഹിലാൽ അസ്കരിയുടെ സീറയാണ്, അതുപോലെ ചില മക്കാമാത്തുകളാണ്, അതുപോലെ 1001 രാവുകൾ, അൽഫ് ലൈല വലൈല തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെയാണ് പഴയ കാലത്തെ കഥകളെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിലെ വിഷയം കഥകളാണ്, കിസസാണ്, കിസസുൽ അറബിയ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള ലേഖനം വന്നാൽ നമുക്ക് ഇതാണ് പറയാനുള്ളത്. അതുപോലെ ഖിസ്സത്തുൽ അറബിയ കാനത്ത് മിൻ നതായിജ് ഇഖ്തിലാത്തുൽ അറബി ബിൽ ഗർബി. ഈ അറബി കഥകൾ എന്ന് പറയുന്ന സത്യത്തില് ഈ അറബികള് പടിഞ്ഞാറുമായിട്ടുള്ള അവരുടെ സമ്പർക്കത്തിന്റെ റിസൾട്ട് ആയിട്ടുണ്ടായതാണ്. തഅസ്സുരിഹിം ബിൽ ആദാബിൽ അറബിയ, അതേപ്രകാരം അറബിക് സാഹിത്യങ്ങളോടുള്ള അവരുടെ ഈ സ്വാധീനത്തിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് അറബിക് കഥകൾ ഉണ്ടായിട്ടുള്ളത്. മഅദ ഗസ്വത്തി നെപ്പോളിയോൻ ബോണപ്പാർട്ട് അല മിസ്ർ സനത 1798 മീലാദിയ. 1798 ഈജിപ്തിനെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ആക്രമിച്ചതിന്റെ പിന്നാലെ, അതൊരു വഴിത്തിരിവായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ യൂറോപ്യൻകാർ എന്ത് ചെയ്യുന്നത്, ഈ ഈജിപ്ത് പോലെയുള്ള ഇസ്ലാമിക് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതും അവർ ഈജിപ്തുകാർ അങ്ങോട്ട് തിരിച്ചു ബന്ധപ്പെടുന്നു ഒക്കെ ആരംഭിക്കുന്നത്. തവജ്ജഹത്ത് ബിഇസാത്തുൽ ഉദബാഇ അൽ അറബ്. ആ സമയത്ത് എന്ത് ചെയ്തു? അറബികളുടെ വിവിധ സാഹിത്യ നീക്ക സംഘങ്ങൾ അവര് മുന്നിട്ട് അവർ പോവാൻ തുടങ്ങി. ദഹബു ഇല ഉറൂബ, അവര് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ഇവിടെ ദഹബു എന്ന് പ്രത്യേകം കൊടുക്കണ്ട കേട്ടോ, തവജ്ജഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല, ശ്രദ്ധയിൽപ്പെടാത്തതാണ്. തവജ്ജഹത്ത് ഇല ഉറൂബ എന്ന് കൊടുത്താൽ മതി. അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി.
വഅകഫു അലാ ദറാസത്തിൽ ആദാബിൽ ഗർബിയ, അങ്ങനെ അവരെന്ത് ചെയ്തു, പാശ്ചാത്യൻ സാഹിത്യങ്ങൾ പഠിക്കുന്നതിന്റെ മേൽ അവർ മുഴുകി, ഈ പറയുന്ന അറബിക് സാഹിത്യകാരന്മാർ. വഅഖദു യൻഖുലൂന ഉലൂമഹും വആദാബഹും വഖിസസഹും ഇലൽ ലുഗത്തിൽ അറബിയ്യ, അങ്ങനെ അവരെന്ത് ചെയ്തു, യൂറോപ്യന്മാരുടെ അറിവുകളും അവരുടെ സാഹിത്യങ്ങളും അവരുടെ കഥകളൊക്കെ എന്താകാൻ തുടങ്ങി, അറബിക് ഭാഷയിലേക്ക് അവർ വിവർത്തനം ചെയ്യാൻ തുടങ്ങി. നഖല യൻഖുലൂനയുടെ എന്താ ചെയ്യാ, ഇവിടെ വിവർത്തനം ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ആർക്ക് വേണ്ടി? ഇഖ്വാനിഹിം അൽ അറബ്, അവരുടെ അറബുകളായ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. വനശറുഹാ ഫിൽ മജല്ലാത്തിൽ അറബിയ, അങ്ങനെ അത്തരം കഥകളൊക്കെ അന്നത്തെ അറബിക് മാഗസിനുകളിൽ അവർ പ്രസിദ്ധീകരിച്ചു. കൽ ജിനാനി വദ്ദിയാഇ, ഇതൊക്കെ വിവിധ സ്റ്റോറികളാണ്. അൽ ജിനാൻ അതുപോലെ ദിയ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള സ്റ്റോറികളൊക്കെ അവരെന്ത് ചെയ്തു, അറബിക് മാഗസിനുകളിലും മറ്റൊക്കെ അവർ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. മിൻ ഹൗലായിൽ ഉദബായി, ഇവിടെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. മിൻ ഹൗലായിൽ ഉദബായി വൽ കുത്താബി റിഫാഅത്തു റാഫിഉ തുഹ്താവി റായിദു നഹ്ലത്തി അൽ അദബിയത്തി അൽ ഹദീസത്തി, ആധുനിക സാഹിത്യ നവോത്ഥാനത്തിന്റെ കൊടിപിടിച്ച നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് റിഫാഅത്ത് റാഫിഉ തുഹ്താവി എന്ന് പറയുന്നയാൾ. അപ്പൊ അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ഏരിയ ആണ്, ഒന്ന് നോക്കി വെച്ചാൽ മതി. അതുപോലെ ഹാഫിദ് ഇബ്രാഹിം അല്ലദി തർജമ അൽ ബുസ, അൽ ബുസ എന്ന് പറയുന്ന ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്ത, അതൊരു ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ്. ഹാഫിദ് ഇബ്രാഹിം അവരൊക്കെ ഈ പറയുന്ന സാഹിത്യകാരന്മാരിൽ പെട്ടതാണ്. എന്ന് വെച്ചാൽ അവര് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ യൂറോപ്യൻ ലിറ്ററേച്ചർ പഠിച്ചിട്ട് അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്ത സാഹിത്യകാരന്മാരിൽ പെട്ടവരാണ് ഈ പറയുന്ന ആളുകൾ. അതുപോലെ ഹാഫിദ് ഇബ്രാഹിം അല്ലദി തർജമ പറഞ്ഞല്ലോ, മുസ്തഫ ലുത്ഫി അൽ മംഫലൂത്തി സാഹിബു അൽ ഇബറാത്ത് വൻ നദറാത്ത്, ഇബറാത്ത് വൻ നദറാത്ത് എന്ന ഗ്രന്ഥത്തിന്റെ ഉടമയായിരുന്ന മുസ്തഫ ലുത്ഫി മംഫലൂത്തിയും ഈ ഗണത്തിൽ പെടുന്നവരാണ്. അക്സറും മിൻഹ മുതർജമാത്തുൻ മിനൽ അദബിൽ ഗർബിയ, ഇതിലധികവും യൂറോപ്യൻ സാഹിത്യങ്ങളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളാണ്. സമയം അമൽ ഖിസ്സത്തുൽ അറബിയ മിൻ ഹൈസുൽ അസ്ലു വളഹറത്ത് ബഅദ അഅദത്തി തിൽക്കൽ ബിഅസാത്തിൽ ഇൽമിയ ഇലൽ വത്നിൽ അറബി, അതേസമയം അറബിക്കിൽ തന്നെ പിന്നെ ഇഷ്യൂ ചെയ്യപ്പെട്ട, അതായത് അറബിയിൽ തന്നെ ഒരു സാഹിത്യ രചനയായിട്ട് പുറത്തു വന്ന ഒരു കഥകൾ എന്ന് പറയുന്നത് അതുണ്ടായത് എപ്പോഴാണ്? അത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയ സാഹിത്യ നിയുക്ത സംഘം ഇവരെ മടങ്ങി വന്നതിന് ശേഷമാണ്. ഔദത്തിഹിം തിൽക്കൽ ബിഅസാത്തിൽ ഇൽമിയ ഇലൽ വത്നിൽ അറബി, അവരുടെ അറബ് രാജ്യങ്ങളിലേക്ക് മടങ്ങി വന്നതിന്റെ ശേഷമാണ്. ഉലിയത്ത് അൽ ഖിസ്സത്തുൽ ഖസീറ ഫിൽ അദബിൽ അറബി ഫി സൂറത്തിഹ അൽ ഫന്നിയ അലാ യദി മുഹമ്മദ് തൈമൂർ, അങ്ങനെയാണ് 1892 ജനിച്ച് 921 മരിച്ചുപോയ മുഹമ്മദ് തൈമൂർ എന്ന് പറയുന്ന ആൾ മുഖേനയാണ് ആദ്യമായി ഒരു ഷോർട്ട് സ്റ്റോറി അറബിയിൽ തന്നെ അറേബ്യൻ നാട്ടിൽ നിന്ന് തന്നെ പിറന്നത്. അപ്പൊ അതൊരു ഷോർട്ട് ക്വസ്റ്റിന് സാധ്യതയുള്ളതാണ്, ഹാഷ്ടാഗ് ശ്രദ്ധിക്കുക. പിന്നെ ഒതാലിക്കീനമാ നുഷറത്ത് ലഹു ഖിസ്സത്തുഹു അല്ലൂല, അത് എപ്പോഴായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ ഫിൽ ഖിത്താർ എന്നായിരുന്നു ആ കഥയുടെ പേര് ട്ടോ. ഇൻ ദി ട്രെയിനിൽ എന്നായിരുന്നു അതിന്റെ പേര്. അത് പ്രസിദ്ധീകരിച്ചതോടുകൂടെയാണ് ഫി ജരിയത്തി അസ്സുഫൂർ അസനത്ത 1917 1917 ക്രിസ്തുവർഷം അസ്സുഫൂർ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്ന, ഇയാൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ആദ്യത്തെ ഒരു അറബിക് ഷോർട്ട് സ്റ്റോറി ആയിരുന്നു അത്. ആ ഭാഗത്തുനിന്ന് ചോദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട്. قد ذهب بعضهم إلى أن قصة العاقر للأديب اللبناني ميخائيل نعيم هي أول قصص العربية. ചില ആളുകൾ പറയുന്നത് മൈക്കൽ നൊയിം എന്ന് പറയുന്ന, മിഖായിൽ എന്നാണ് മൈക്കൽ എന്ന ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതിന്റെ ഒരു അറബിക് പേരാണ്. അപ്പൊ അന്നത്തെ ലബനോനിലെ ഒരു സാഹിത്യകാരനായിരുന്നു മൈക്കൽ നൊയിം, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഷോർട്ട് സ്റ്റോറിയാണ് അൽ ആഖിർ. അതാണ് ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി എന്നാണ് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത്. വലാകിന്ന മുഅ്ളമൽ ബാഹിസീന വസഫൂ ഫിൽ ഖിത്താരി ബിഉല അൽ ഖിസസുൽ ഖസീറ, പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഗവേഷകന്മാരും പറയുന്നത് ഫിൽ ഖിത്താർ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആള് എഴുതിയ ഗ്രന്ഥമാണ് ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി. ഏതാണ്? മഹ്മൂദ് തൈമൂർ രചിച്ച ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ഫിൽ ഖിത്താർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി എന്നാണ് മിക്ക ആളുകളും അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതോടുകൂടി എന്ത് ചെയ്യുന്നു, നമ്മളെ ഇതിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പാർട്ട് 1 ഭാഗം ഒക്കെ അവസാനിക്കുന്നു. വീഡിയോ ലെങ്തി ആവണ്ടെന്ന് എഴുതിയിട്ടാണ് ഇവിടെ അവസാനിപ്പിച്ചത്. അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ
പുറത്തു വരും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.